മലപ്പുറം വിധിയെഴുതുകയാണ്. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് പുരോഗമിക്കുന്നു. ആദ്യ 2 മണിക്കൂറിൽ 10% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മലപ്പുറം പാണക്കാട് പോളിംഗ് ബൂത്തിൽ നിന്ന് KT സ്വാലിഹ് ചേരുന്നുണ്ട്. സാലിഹ്, ആദ്യ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 10% എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ കണക്കുകൾ? വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് എങ്ങനെയാണ്? വിശദമായ വിവരങ്ങൾ. ലതീഷ്, കേൾക്കാമെന്ന് കരുതുന്നു. ഈ 10% എന്ന് പറയുമ്പോൾ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച്, വിവിധ അസംബ്ലി മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ ഏത് തരത്തിലാണ് പെർസെന്റേജ് ഇപ്പോൾ നിലവിൽ ഉള്ളത്? ഇപ്പോഴത്തെ ഈ ഒരു വോട്ടിംഗ് നില എങ്ങനെയാണ്? വിവരങ്ങൾ. സൗമ്യ, പെരിന്തൽമണ്ണ മലപ്പുറം മണ്ഡലങ്ങളിൽ പെരിന്തൽമണ്ണ മങ്കട മണ്ഡലങ്ങളിൽ നല്ല നിലയിൽ തന്നെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. രാവിലെ അല്പസമയം 7 മണിയോട് കൂടി തന്നെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും വകവെക്കാതെ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് പെരിന്തൽമണ്ണ മങ്കട മണ്ഡലങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. 177 ബൂത്തുകളാണ് പെരിന്തൽമണ്ണയിലുള്ളത്, 172 ബൂത്തുകളാണ് മങ്കടയിലുള്ളത്. വലിയൊരു വിഭാഗം വോട്ടർമാരുള്ള ഒരു മണ്ഡലം കൂടിയാണ് പെരിന്തൽമണ്ണ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വോട്ടർമാർ പരമാവധി തങ്ങളുടെ സമ്മതിദാനം വിനിയോഗിക്കാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ അല്പം തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ശ്രീരാമകൃഷ്ണൻ, നിയമസഭാ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ പെരിന്തൽമണ്ണ ഖാദർ മുല്ല AUP സ്കൂളിലെ 54 നമ്പർ ബൂത്തിൽ അല്പസമയം മുമ്പ് വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ജനാധിപത്യ മതേതര കക്ഷികൾ വിജയിക്കട്ടെ എന്ന അഭിപ്രായമാണ് വോട്ടിങ്ങിന് ശേഷം അദ്ദേഹം രേഖപ്പെടുത്തിയത്. സ്വാഭാവികമായും സ്പീക്കർ രാഷ്ട്രീയം പറയില്ല എന്ന ആമുഖത്തോടു കൂടി തന്നെയാണ് ശ്രീരാമകൃഷ്ണൻ മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചത്. സൗമ്യ. ലതീഷ, ഇപ്പോഴത്തെ ഈ ഒരു പെർസെന്റേജ് വെച്ചുകൊണ്ടുള്ള ഒരു കാൽക്കുലേഷൻ, അതായത് പോളിംഗ് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം, അങ്ങനെ എന്തെങ്കിലും കണക്ക് കൂട്ടാനാകുമോ? പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയൊക്കെ താരതമ്യപ്പെടുത്തി നോക്കിയാൽ. നല്ല നിലയിലുള്ള പ്രവർത്തനം ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ തന്നെ നല്ല നിലയിലുള്ള പ്രവർത്തനം മുന്നണികൾ LDFും UDFും അതേപോലെ തന്നെ BJPയും നടത്തിയിട്ടുണ്ട് മണ്ഡലത്തിൽ. അതിന്റെ ഒരു പ്രതിഫലനം തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികളുള്ളത്. എന്തായാലും ഇപ്പോൾ രാവിലെ ആരംഭിച്ച് 7 മണിക്ക് പെരിന്തൽമണ്ണ മങ്കട മണ്ഡലങ്ങളിൽ കണ്ട ഒരു തിരക്ക് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അല്പസമയത്തിനകം തന്നെ തിരക്കും രൂപം കൊള്ളും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. രാവിലെ ചായ കഴിച്ചും ഭക്ഷണം തയ്യാറാക്കി വെച്ചും എല്ലാം വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള സ്ക്വാഡ് പ്രവർത്തനങ്ങൾ LDFന്റെയും UDFന്റെയും പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തന്നെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പെരിന്തൽമണ്ണ മങ്കട മണ്ഡലങ്ങൾ സംബന്ധിച്ച് പറയുമ്പോൾ LDFന് മേൽക്കൈ ലഭിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. ശക്തമായ അടിത്തറ ഇടതുപക്ഷത്തിനുള്ള മണ്ഡലങ്ങൾ കൂടിയാണ് പെരിന്തൽമണ്ണയും മങ്കടയും. ആ തരത്തിലുള്ളൊരു പ്രവർത്തനം LDFന്റെ ഭാഗത്തുനിന്നും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. UDFും ഒട്ടും പിന്നിലല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൽ കുറഞ്ഞതൊന്നും മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ കയ്യും മെയ്യും മറന്നുള്ള ഒരു പ്രവർത്തനത്തിൽ തന്നെയായിരുന്നു UDF ക്യാമ്പും ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു പ്രതിഫലനം വോട്ടിങ്ങിൽ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ. നമ്മളിവിടെ ലതീഷ് പ്രത്യേകിച്ച് കാണുന്നത് വളരെ ചുരുങ്ങിയ ഒരു സമയമായിരുന്നു പ്രചരണത്തിന് ഉണ്ടായിരുന്നെങ്കിലും നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലം ഒക്കെ കൊണ്ടുകൂടി രാഷ്ട്രീയ കേരളം ഒന്നാകെ ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന സാഹചര്യങ്ങൾ, അത്തരം ചിത്രങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാമായി കാണാൻ സാധിച്ചത്. ഇരുമുന്നണികളുടെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ ഇപ്പം NDAയുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ തന്നെയും ഇത്തരത്തിൽ സജീവമായ ഒരു പ്രചരണം ഒരുപക്ഷെ വോട്ടർമാർ ജനങ്ങളിലേക്ക് കൂടുതൽ തങ്ങളുടെ നിലപാടുകളും കാര്യങ്ങളും ഒക്കെ എത്തിക്കാനുള്ള ഒരു സാഹചര്യം, ഇതൊക്കെ എങ്ങനെയാണ് വിവിധ സ്ഥാനാർത്ഥികൾ മുതലെടുത്തത്? സൗമ്യ, നാടിളക്കിയുള്ള ഒരു പ്രചരണം തന്നെയായിരുന്നു മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്നത്. ഏകദേശം 1 മാസത്തിനടുത്ത് മാത്രമാണ് പരസ്യ പ്രചാരണത്തിന് സമയം ലഭിച്ചിരുന്നതെങ്കിലും 7 അസംബ്ലി മണ്ഡലങ്ങളുള്ള മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി LDFും UDFും ഒപ്പം തങ്ങളാൽ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനവുമായി BJPയും NDA മുന്നണിയും ഇവിടെ സജീവമായി തന്നെ രംഗത്തുണ്ടായിരുന്നു. വലിയ തോതിലുള്ള സ്ക്വാഡ് പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ കുടുംബയോഗങ്ങൾ തുടങ്ങിയവ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തുകൊണ്ട്, മന്ത്രിമാർ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് ഉൾപ്പെടെ നടത്തുന്ന ഒരു സാഹചര്യം മലപ്പുറത്തുണ്ടായി. അതിന്റെ ഒരു പ്രതിഫലനം വോട്ടിങ്ങിൽ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ ഉള്ളത്. എന്തായാലും രാഷ്ട്രീയം നല്ല രീതിയിൽ തന്നെ മലപ്പുറത്ത് ചർച്ച ചെയ്യപ്പെട്ടു. വികസന പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. അത്തരത്തിൽ രാഷ്ട്രീയവും വികസനവും ഒരുപോലെ തെരഞ്ഞെടുപ്പ് ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രതിഫലനം വോട്ടിങ്ങിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്
മുന്നണികൾ വോട്ടർമാരെ പരമാവധി ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനത്തിൽ LDFന്റെയും UDFന്റെയും അതേപോലെ തന്നെ NDAയിലെയും പ്രവർത്തകർ ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. സൗമ്യ, ഒരുപക്ഷെ നമുക്കറിയാം ലതീഷ്, ഇവിടെ ചരിത്രത്തിന്റെ ചില ആവർത്തനമുണ്ടാകുമെന്ന കാൽക്കുലേഷനുകൾ LDF നടത്തുന്നു. പ്രത്യേകിച്ച് ഫൈസലിനെ പോലെ ഒരു യുവ നേതാവിനെ നിർത്തുന്നു, ജനസമ്മതനായ ഒരു യുവ നേതാവിനെ നിർത്തുന്നു. ഒപ്പം മറുഭാഗത്ത് നിൽക്കുന്നത് ഒരുപക്ഷെ മുസ്ലിം ലീഗ് സ്വല്പം അഹങ്കാരത്തോടു കൂടി തന്നെ കരുതുന്ന ഒരു കോട്ട എന്ന രീതിയിലൊക്കെ അവർ പറയുന്ന ഒരു മണ്ഡലം. കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരു മുതിർന്ന നേതാവ്, പ്രത്യേകിച്ച് ലീഗ് സമീപകാലത്തായി ലീഗ് ഉയർത്തിക്കൊണ്ടുവരുന്ന അവരുടെ നിലനിൽപ്പും നിലപാടും ഒക്കെ ശക്തമാക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ അവിടെ അഹമ്മദിന് കിട്ടിയ വോട്ട് കുറഞ്ഞാൽ പോലും അത് തങ്ങളെ ബാധിക്കുമെന്ന വിലയിരുത്തൽ ലീഗിനുണ്ട്. ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വോട്ടർമാരിലേക്ക് എത്തിയിട്ടുള്ളത്? അത് എങ്ങനെ പ്രതിഫലിപ്പിക്കാനാണ് ഇവർക്ക് കഴിഞ്ഞിട്ടുള്ളത്? അത് എത്രത്തോളം വോട്ടർമാരിലേക്ക് എത്തി എന്ന് നമുക്ക് ആദ്യ 2 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ നമുക്ക് വ്യക്തമല്ല. കാരണം വോട്ടിങ്ങിന്റെ ഒരു ശതമാനവുമായി ബന്ധപ്പെടുത്തി മാത്രമായിരിക്കും നമുക്ക് അത്തരം ഒരു വിലയിരുത്തൽ നടത്താൻ കഴിയുക. കാരണം കഴിഞ്ഞ തവണ 71% മലപ്പുറത്തുണ്ടായിരുന്ന പോളിംഗ്. ആ പോളിംഗിനെ കവച്ചു വെക്കുന്ന തരത്തിലേക്ക് ഒരു പോളിംഗ് ഉയരാനുള്ള ഒരു സാധ്യത ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടാവാറുണ്ട്. പൊതുവെ ഉപതെരഞ്ഞെടുപ്പുകളിൽ കനത്ത പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്താറുള്ളത്. കഴിഞ്ഞ തവണ അഹമ്മദ് മത്സരിച്ച സാഹചര്യം, അതേപോലെ തന്നെ എതിരാളിയായി LDFിലെ CK സൈനബ മത്സരിച്ച ഒരു സാഹചര്യം, അന്ന് LDF സ്ഥാനാർത്ഥി ഒരു മുസ്ലിം വനിത എന്നുള്ള നിലയിൽ വലിയ തോതിലുള്ള എതിർപ്രചാരണം എതിർപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ രാഷ്ട്രീയമായ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ് മലപ്പുറത്ത് നടന്നത്. മലപ്പുറത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ 70% വരുന്ന മുസ്ലിം വോട്ടർമാരുടെ ഒരു പ്രാതിനിധ്യം, അവരുടെ വോട്ടിംഗ് ഒരു പ്രധാന നിർണായക ഘടകം തന്നെയാണ്. അത് കൃത്യമായി ഉപയോഗപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ LDFന്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് തന്നെ നമുക്ക് പറയാം. ലതീഷ്, ഏതായാലും ഇപ്പോഴത്തെ ഈ പെർസെന്റേജ് കാൽക്കുലേഷനുകളിൽ തന്നെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും ഉള്ളത്. എന്നാൽ അത്തരത്തിലുള്ള കാൽക്കുലേഷനുകൾക്ക് അപ്പുറത്തേക്ക് ഉള്ള നിരീക്ഷണങ്ങളായിരിക്കും ഒരുപക്ഷെ മലപ്പുറം കേന്ദ്രീകരിച്ച് ഉണ്ടാവുക. എങ്ങനെയാണ് ഈ വിഷയം, ഈ പെർസെന്റേജുമായി ബന്ധപ്പെട്ട ഇതുവരെയുള്ള ഒരു കണക്ക്, അത് എങ്ങനെയായിരിക്കും വിവിധ മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും പ്രതീക്ഷയും നിരാശയും ഉണ്ടാക്കുന്നത് എന്ന് ഒരുപക്ഷെ നമുക്ക് വിശദമായി തന്നെ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. കുട്ടൻ ചേർന്നുണ്ട്, പൊതുവായ ഈ പെർസെന്റേജുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. കുട്ടൻ, ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിലെ പെർസെന്റേജ് എങ്ങനെയാണ്? ഇപ്പം മൊത്തം 11%, ഇതുവരെ 11% എന്ന രീതിയിലാണ് ഏറ്റവും പുതിയ കണക്കുകൾ. ഈ ഒരു കണക്കുകൾ സ്വാഭാവികമാണോ മലപ്പുറം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം? സൗമ്യ, ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ വോട്ടിംഗ് പെർസെന്റേജ് സംബന്ധിച്ച് ഏറ്റവും ഒടുവിലെ കണക്ക് വന്നിരിക്കുന്നു. ഇത് പ്രകാരം ഔദ്യോഗികമായി ഈ ആദ്യത്തെ 1 മണിക്കൂറത്തെ കണക്കാണ്, 7 മണി മുതൽ 8 മണി വരെയുള്ള കണക്കാണ് ഇപ്പോൾ 9 മണിക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം 8.10 മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ മൊത്തം പോളിംഗ് ശതമാനം. ഇത് നിയമസഭാ മണ്ഡലം തിരിച്ചു പറഞ്ഞാൽ കൊണ്ടോട്ടിയിൽ 7.93% പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തി കഴിഞ്ഞു. മഞ്ചേരിയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 12% പോളിംഗാണ് മഞ്ചേരിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ 8.2, മങ്കടയിൽ 7.12, മലപ്പുറത്ത് 8%, വേങ്ങരയിൽ 6%, വള്ളിക്കുന്ന് 7.43% എന്നിങ്ങനെയാണ് 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും പോളിംഗ് ശതമാനത്തിന്റെ കണക്ക്. ഇത് 8 മണി വരെ ഉള്ളതാണ്. ഇപ്പോൾ അതിനുശേഷം വീണ്ടും 1 മണിക്കൂറും 10 മിനിറ്റും പിന്നിട്ടിട്ടുണ്ട്. ഈ സമയത്തെ പോളിംഗ് ശതമാനവും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കും. ഏതായാലും നല്ല സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് ആണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്നാണ് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകാൻ പറ്റുന്നത്. ഇപ്പോൾ നഗരപ്രദേശങ്ങളിൽ വളരെ പതിഞ്ഞ രീതിയിൽ തന്നെയാണ് വോട്ടിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് MSP ഹയർ സെക്കൻഡറി സ്കൂൾ, മലപ്പുറത്തെ MSP ഹയർ സെക്കൻഡറി സ്കൂളിനകത്തെ പോളിംഗ് ബൂത്തിലാണ്. ഇവിടെ വളരെ മന്ദഗതിയിലാണ്. രാവിലെ 7 മണിക്കൊക്കെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വോട്ടർമാരുടെ നീണ്ട നിര ഇവിടെയുള്ള 2 ബൂത്തുകളിലും കാണാമായിരുന്നു. തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനകത്തും അത്തരത്തിൽ നേരത്തെയൊക്കെ വോട്ടർമാർ നിരയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒറ്റയ്ക്ക് ഒക്കെ ആൾക്കാർ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന ഒരു കാഴ്ചയാണ്. ഒരുപക്ഷെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ രാവിലത്തെ തിരക്ക് അത് കഴിഞ്ഞതിന് ശേഷം വോട്ടർമാർ എത്തുന്നതുകൊണ്ടായിരിക്കാം. ഏതായാലും നഗരപ്രദേശങ്ങളിൽ ഇപ്പോൾ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ പൊതുവിൽ തിരക്ക് കുറവാണ്. എന്നാൽ ഗ്രാമങ്ങളിൽ ഈ നിയമസഭാ മണ്ഡലങ്ങളുടെയൊക്കെ
ഗ്രാമപ്രദേശങ്ങളിൽ കനത്ത പോളിംഗ് നടക്കുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കുട്ടൻ, അങ്ങനെയെങ്കിൽ എടുത്തു പറയേണ്ട നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? ആ വിധത്തിൽ ശക്തമായ പോളിംഗ്, പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശക്തമായ പോളിംഗ് ഉണ്ടാകാറുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ? സൗമ്യ, നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരു ഘടനയെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏകപക്ഷീയമായ വിജയം UDF-ന് സമ്മാനിച്ചിരുന്നു മലപ്പുറം ലോക്സഭാ മണ്ഡലം. എന്നാൽ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് ആ മേൽക്കോയ്മ പൂർണ്ണമായി നിലനിർത്താൻ UDF-നായിട്ടില്ല. 1,94,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ടായിരുന്ന ഭൂരിപക്ഷത്തോടുകൂടിയായിരുന്നു അഹമ്മദ് 2014 ഇവിടെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതെങ്കിൽ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് വോട്ടിംഗ് ഈ UDF-ന് ലഭിച്ച വോട്ടിൽ വളരെ വലിയ തകർച്ച ഉണ്ടായിരുന്നു. ഓരോ മണ്ഡലാടിസ്ഥാനത്തിൽ പറഞ്ഞാൽ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലഭിച്ച വോട്ടിനേക്കാൾ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തേക്കാൾ വളരെ കുറഞ്ഞ ഭൂരിപക്ഷം മാത്രമാണ് UDF-നുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പെരിന്തൽമണ്ണയിലും മങ്കടയിലുമൊക്കെ. മങ്കടയൊക്കെ നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് പെരിന്തൽമണ്ണ മണ്ഡലം വളരെ നിസ്സാരമായ വോട്ടുകൾക്ക് LDF-ന് നഷ്ടപ്പെട്ടിരുന്നു. 579 വോട്ടുകൾക്കാണ് നഷ്ടപ്പെട്ടത്. അതേ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് UDF-ന്റെ ലീഡ് 10,000-ത്തിലധികമായിരുന്നു. അതുപോലെ തന്നെ മങ്കടയിൽ 23,461 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മങ്കട മണ്ഡലം അഹമ്മദിനെ സമ്മാനിച്ചതെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ആ ലീഡ് 1,508 കുറഞ്ഞു വളരെ കുത്തനെ ഇടിഞ്ഞ ഒരു സ്ഥിതിവിശേഷമുണ്ടായി. മറ്റെല്ലാ മണ്ഡലങ്ങളും ഈ ലോക്സഭയുടെ ഭാഗമായിട്ടുള്ള മറ്റെല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ക്രമാനുഗതമായ രീതിയിൽ വോട്ട് കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു UDF-നെ സംബന്ധിച്ചുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ പോളിംഗ് ശതമാനം വർദ്ധിച്ചാലും അത് ആരെ തുണക്കുമെന്നത് സംബന്ധിച്ച തികഞ്ഞ അനിശ്ചിതത്വം തന്നെയാണുള്ളത്. ഏകപക്ഷീയമായ ഒരു മത്സരമല്ല ഈ മലപ്പുറത്ത് നടക്കുന്നത്. വളരെ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് LDF-നെയാണോ UDF-നെയാണോ തുണക്കുക എന്നത് സംബന്ധിച്ചുള്ള ഒരു നിരീക്ഷണം ഇപ്പോൾ സാധ്യമാകില്ല. അവിടെ തന്നെയാണ് പ്രധാനമായും സാധാരണ ചില മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് അങ്ങനെ നമ്മൾക്ക് പറയാൻ സാധിക്കും. എന്നാൽ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ കണക്ക് കൂട്ടുമ്പോൾ പോളിംഗ് പെർസെൻറ്റേജ് കൂടിയാലും കുറഞ്ഞാലും അത് ഏത് വിധത്തിലുള്ള കാറ്റിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്, ഏത് വശത്തേക്കാണ് കാറ്റ് വീശുന്നത് എന്ന രീതിയിലുള്ള ഒരു വലിയ കണക്കുകൂട്ടലുകൾക്ക് കഴമ്പില്ല. അങ്ങനെ ഒരു സാധ്യത അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ കാത്തിരിപ്പ് 17-ാം തീയതി വരെ നീളേണ്ടിയിരിക്കും. എന്തായിരിക്കും മലപ്പുറം നിശ്ചയിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ മലപ്പുറം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷങ്ങളിലായുള്ള അപ്ഡേഷനുകളാണ് പീപ്പിൾ TV തത്സമയം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ പോളിംഗ് ശതമാനവും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമൊക്കെയായി കുട്ടനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. കുട്ടൻ, നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഒരു കണക്ക് നൽകിയിരുന്നു. പക്ഷേ അത് 8 മണി വരെയുള്ള ഒരു കണക്കായിരുന്നു. അതിന് ശേഷമുള്ള പെർസെൻറ്റേജ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാണോ? സൗമ്യ, അനൗപചാരിക വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് 15% പോളിംഗ് ആയി എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇത് സ്ഥിരീകരിച്ച വിവരമല്ല. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ ഓരോ കേന്ദ്രങ്ങളെയും പോളിംഗ് കേന്ദ്രങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ഒരു അനൗപചാരികമായ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നേരത്തെ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് 8.10% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇത് ആദ്യത്തെ 1 മണിക്കൂർ 8 മണി വരെയുള്ള പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച ഔദ്യോഗികമായി അല്ലെങ്കിൽ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ മഞ്ചേരിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം. അത് അനൗപചാരികമായി ഇപ്പോൾ 15%-ലധികം കടന്നു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് MSP ഹയർ സെക്കൻഡറി സ്കൂൾ, മലപ്പുറത്തെ MSP ഹയർ സെക്കൻഡറി സ്കൂളിനകത്തെ ബൂത്തിലാണ്. ഇവിടെ നേരത്തെ നിന്നും വ്യത്യസ്തമായി വോട്ടർമാർ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്ന ഒരു കാഴ്ചയുണ്ട്. നേരത്തെ ഇവിടെ വളരെ ശൂന്യമായിരുന്നു പോളിംഗ് ബൂത്ത്. ഏതാണ്ട് ഒരു അരമണിക്കൂറോളം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. 1-2 ആൾക്കാർ മാത്രമായിരുന്നു ഇവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ആൾക്കാർ വാഹനങ്ങളിലൊക്കെ വന്ന് കൂട്ടമായി വന്ന് വോട്ട് ചെയ്ത് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ബൂത്തിലും ഏതാണ്ട് ഇതിന് സമാനമായ സ്ഥിതി തന്നെയാണ്. ആൾക്കാർ വോട്ട് ചെയ്ത് പോകുന്നു. എന്നാൽ വലിയൊരു തിരക്ക് ഈ മേഖലയിൽ അനുഭവപ്പെടുന്നില്ല. നമുക്ക് ഈ ഗ്രാമപ്രദേശങ്ങളിലാണ് പ്രധാനമായും വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നത്, വോട്ടർമാരുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. പെരിന്തൽമണ്ണയിലും മഞ്ചേരിയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുടെ ഗ്രാമീണ മേഖലകളിൽ, വള്ളിക്കുന്ന് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള വോട്ടർമാരുടെ നിര ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ. ഏതായാലും ഈ മണിക്കൂറിൽ 2.5 മണിക്കൂർ ആകാൻ വേണ്ടി പോവുകയാണ്. ഈ വളരെ സുഗമമായിട്ട് തന്നെയാണ് ഇപ്പോൾ വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സൗമ്യ, കുട്ടൻ, ഈ മേഖലകളിൽ പ്രത്യേകിച്ച് കുട്ടൻ ഇപ്പോൾ നിൽക്കുന്ന ഒരു ബൂത്തിലടക്കം
വളരെ പതുക്കെയാണ് പോളിംഗ് എന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായും ഇനിയിപ്പോൾ കൂടുതൽ സ്ത്രീകളൊക്കെ തന്നെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു സമയമാകുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാൽക്കുലേഷനുകൾ, അതായത് കൂടുതൽ ഈ ഗ്രാമപ്രദേശങ്ങൾ അല്ലെങ്കിൽ നഗരം കേന്ദ്രീകരിച്ച് ഈ ഒരു രീതിയിൽ തന്നെയാണോ കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെയും ഒരു പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിട്ടുള്ളത്? രാവിലെ ഇത്തരത്തിൽ ഒരു പതിഞ്ഞ രീതിയിൽ ഉള്ള ഒരു പോളിംഗ് പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടായി, പിന്നീട് അത് കൂടുന്ന ഒരു സാഹചര്യമാണോ? സൗമ്യ, അങ്ങനെ തന്നെയാണ്. സ്വാഭാവികമായി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അങ്ങനെ തന്നെയാണ് ഈ പോളിംഗ് ശതമാനം രേഖപ്പെടുത്താറുള്ളത്. രാവിലെ ഉച്ചയോടുകൂടി തന്നെ പോളിംഗ് ശതമാനം ഉയരും. അതിനുശേഷം ഉച്ച സമയത്ത് കുറച്ച് താഴുകയും വൈകുന്നേരത്തോട് വീണ്ടും പോളിംഗ് ശതമാനം കുതിച്ചുയരുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സാധാരണയായി തെരഞ്ഞെടുപ്പുകളിൽ കാണാറുള്ളത്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ ഇത്തരം സ്ഥിതികളൊന്നും തന്നെ ബാധിക്കാറില്ല. അത്തരം പരമ്പരാഗതമായ രീതികളൊന്നും തന്നെ ഉപതെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാറില്ല. വളരെ വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പായതിനാൽ തന്നെ മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും നമുക്ക് വളരെ ആവേശകരമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഒരു കാലയളവിൽ ഈ മണ്ഡലത്തിൽ നടന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാം ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന സ്ഥിതിവിശേഷമുണ്ടാകും. പക്ഷേ അത് നഗരപ്രദേശങ്ങളിൽ താരതമ്യേന കുറവാണ്. അത് ഏത് മണ്ഡലത്തിലായാലും ഏത് ജില്ലയിലായാലും അത്തരത്തിൽ തന്നെയാണ്. ആദ്യഘട്ടങ്ങളിൽ വോട്ടിംഗ് വളരെ മന്ദഗതിയിൽ തന്നെയാണ് പുരോഗമിക്കുക. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ബൂത്തിനകത്ത് സ്ഥിതി പതിയെ മാറുന്നുണ്ട്. വോട്ടർമാർ കൂട്ടത്തോടുകൂടി എത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരുന്നു. 9:30 മണിയായതേ ഉള്ളൂ. ഇപ്പോഴേക്കും വോട്ടർമാർ ഇവിടേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. 1500ഓളം വോട്ടാണ് ഞാൻ നിൽക്കുന്ന ഈ ബൂത്തിനകത്ത് ഉള്ളത്. ഇതിന് തൊട്ടടുത്ത ബൂത്തിലും ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് വോട്ടർമാരുടെ എണ്ണമുള്ളത്. ഇവിടെയെല്ലാം കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ പ്രശ്നബാധിത ബൂത്തുകളൊന്നും തന്നെ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായി ഇല്ല. ആകെ 49 ബൂത്തുകളിൽ മാത്രമാണ് പ്രശ്നബാധിതമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. 4 കമ്പനി കേന്ദ്രസേന, അതുപോലെ തന്നെ 2500 കേരളത്തിൽ നിന്നുള്ള പോലീസുകാരെയും ഇവിടെ സുരക്ഷയ്ക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്. ഏതായാലും മറ്റ് ഇടങ്ങളിലെ ഈ വോട്ടിംഗ് ശതമാനം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സൗമ്യ. യെസ്, ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതി പ്രത്യേകിച്ച് നമുക്കറിയാം വോട്ടിംഗ് മെഷീനിലൊക്കെ തകരാറ് കാരണമൊക്കെ തന്നെയും റീപോളിംഗ് വേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ ബൂത്തുകളിലും കാര്യങ്ങൾ എല്ലാം സുഗമമായി തന്നെ പോവുകയാണോ? പ്രത്യേകിച്ച് ശ്രദ്ധ ഉള്ള അല്ലെങ്കിൽ സുരക്ഷ ഒരുക്കിയിരിക്കുന്ന ബൂത്തുകൾ, അങ്ങനെ പ്രശ്നബാധിത ബൂത്തുകൾ, ആ വിധത്തിലുള്ള ബൂത്തുകളിലൊക്കെ സാഹചര്യങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് കുട്ടൻ? സൗമ്യ, മഞ്ചേരിയിലെ 2 ബൂത്തുകളിലും അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ MSP ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ബൂത്തിലുമാണ് രാവിലെ ചെറിയ ചില പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടത്. അത് വോട്ടിംഗ് യന്ത്രം തകരാറായതിനെ തുടർന്ന് വോട്ടിംഗ് ആരംഭിക്കാൻ വൈകിയതാണ്. ഇവിടെ ഈ ബൂത്തിനകത്ത് അരമണിക്കൂറോളം വൈകിയാണ് വോട്ടിംഗ് ആരംഭിച്ചത്. അതിന് സമാനമായ അനുഭവം തന്നെയാണ് മഞ്ചേരിയിലെ 2 ബൂത്തുകൾക്കകത്തും ഉണ്ടായത്. ഈ 3 സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പൊതുവിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെയാണ് വോട്ടിംഗ് മുന്നോട്ട് നീങ്ങുന്നത്. ഈ 43 പ്രശ്നബാധിത ബൂത്തുകൾ എന്ന് പറയുന്ന പ്രദേശങ്ങളിലൊന്നും തന്നെ അത്തരത്തിൽ മറ്റൊരു അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ 2.5 മണിക്കൂർ നേരം വളരെ സുഗമമായി വോട്ടെടുപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. വോട്ടിംഗ് മെഷീനിൽ നന്നാക്കാൻ പറ്റാത്ത തകരാറുകൾ കണ്ടെത്തിയാൽ അത് മാറ്റി ഉടൻ തന്നെ അതിന് പകരം നൽകുന്നതിനുള്ള വോട്ടിംഗ് മെഷീൻ ഇവിടെ തന്നെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ ഒരു ജില്ലയാണ് മലപ്പുറം. അതുകൊണ്ട് തന്നെ അതൊക്കെ നോക്കിക്കണ്ടുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. സൗമ്യ, പ്രത്യേകിച്ച് ഈ പ്രചരണത്തിന്റെ ഒക്കെ ഒരു സാധ്യതകൾ അതെങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക? കുട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 രീതിയിൽ തന്നെ വേണം ഗ്രാമത്തിൻ മേഖലയായാലും നഗരമേഖലയായാലും കാണാൻ. ഇവിടെയൊക്കെ കൂടുതൽ ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ മുന്നണികൾ പരീക്ഷിച്ചിരുന്നു ഒരുപക്ഷെ ഈ ഒരു പ്രചരണത്തിന്റെ ഒക്കെ ഘട്ടത്തിൽ. സൗമ്യ, വിവിധങ്ങളായ പ്രചാരണ വിഷയങ്ങളായിരുന്നു ഈ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലെ പ്രചാരണ രംഗത്തെ ആവേശഭരിതമാക്കിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആദ്യഘട്ടത്തിൽ വളരെ തണുത്ത രീതിയിലായിരുന്നു ഇവിടുത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയതെങ്കിലും പിന്നീട് വളരെ ആവേശകരമായ രീതിയിലേക്ക് 2ാം ഘട്ടവും 3ാം ഘട്ടവും ഒക്കെ വളരെ ആവേശകരമായ രീതിയിലേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ, അതുപോലെ തന്നെ വർഗീയ നയങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇരു മുന്നണികളും ഇവിടെ ജനങ്ങളോട് വോട്ട് തേടിയിരുന്നത്. അതുപോലെ തന്നെ LDF-ഉം UDF-നും
അവരുടേതായ രാഷ്ട്രീയ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുണ്ടായിരുന്നു. BJPക്കും അവരുടെ പ്രചാരണ രീതികൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വളരെ സജീവമായ പ്രചാരണ വിഷയങ്ങൾ ദേശീയ രംഗത്തെയും സംസ്ഥാനത്തെയും മലപ്പുറത്തെയും ഉൾപ്പെടെ നമ്മളെ പ്രാദേശികമായ വിഷയങ്ങൾ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിരുന്നിട്ട് പോലും പ്രാദേശിക വിഷയങ്ങൾ പോലും ചർച്ച ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ബീഫ് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വർഗീയ പ്രശ്നങ്ങൾ, വർഗീയ വിഷയങ്ങൾ ഉയർത്തിവിട്ടുള്ള പ്രചാരണങ്ങൾ, അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും നേതാക്കൾ പാർട്ടി വിട്ട് BJPയിലേക്ക് ചേക്കേറുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ കേരള സംസ്ഥാന സർക്കാരിനെതിരെയുള്ള സമരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത്തരത്തിൽ നിരവധിയായ വിഷയങ്ങൾ ഈ മണ്ഡലത്തിലെ സമഗ്രമായ പരിശോധനയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ രംഗം സമഗ്രമായ പരിശോധന നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ആവേശമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ മുന്നണി പ്രവർത്തകരൊക്കെ തങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ അണികളെയും തങ്ങളുടെ അനുഭാവികളെയും പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള സ്ക്വാഡ് വർക്കുകളും കുടുംബയോഗങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളായി നടന്നു വരികയായിരുന്നു. ഇന്നലെ നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസം ഏറ്റവും ഒടുവിലായുള്ള വോട്ടടക്കം ഉറപ്പിക്കുന്നതിനുള്ള തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളും പ്രവർത്തകരും ഒക്കെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആവേശം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടാകുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഈ കൃത്യമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇരു മുന്നണികളും BJPയും ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ ആ ആവേശമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൗമ്യ. യെസ്, കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 16.05% ആണ് മലപ്പുറത്ത് ഇപ്പോൾ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും പോളിംഗിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനുകൾക്കായി കാത്തിരിക്കുക. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം 16.05 എന്ന നിലയിലാണ് പോളിംഗ് പെർസെൻറ്റേജ് ഉള്ളത്. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച പോളിംഗ് ആദ്യം മന്ദഗതിയിലാണ് എന്ന് തന്നെ വേണം പറയാൻ. സ്വാഭാവികമായും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പോളിംഗ് കൂടുതൽ കനക്കുന്നത്. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് പെട്ടെന്നുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം രാഷ്ട്രീയ കേരളം ഒന്നാകെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. ഒപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിനും വളരെ സുപ്രധാനമായ രീതിയിലേക്ക് ഉള്ള ഒരു മാറ്റത്തിനും ഈ തെരഞ്ഞെടുപ്പ് ഹേതുവായേക്കാം. അത്തരത്തിലുള്ള വലിയ കണക്കുകൂട്ടലുകളിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും ഉള്ളത്. ചുരുങ്ങിയ ഒരു സമയമായിരുന്നു പ്രചരണത്തിനുണ്ടായിരുന്നത് എങ്കിലും സജീവമായി തന്നെ നേതാക്കളെല്ലാം തന്നെ മലപ്പുറത്ത് ഒത്തുചേർന്നിരുന്നു. ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് മലപ്പുറത്ത് നടക്കുന്നത് എന്ന് തന്നെ വേണം വിലയിരുത്താൻ. നിലവിൽ ലീഗിന്റെ MP E അഹമ്മദ് അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പിലെ ബൈ ഇലക്ഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. വലിയൊരു ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അത് നിലനിർത്താനാകുമോ ലീഗിന് എന്നതുപോലും ഈ ഒരു മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ വളരെ സുപ്രധാനമാകും. ഒപ്പം മറുഭാഗത്ത് വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ആണ് ഇടതുപക്ഷം നിർത്തിയിട്ടുള്ളത്. MP ഫൈസൽ പോലെയുള്ള ഒരു യുവാവിനെ നിർത്തിക്കൊണ്ട് ചരിത്രം ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇടതുപക്ഷം ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു വെല്ലുവിളി ഉയർത്താനാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഇടതുപക്ഷവും ഉള്ളത്. ഏതായാലും എത്തരത്തിലാകും മലപ്പുറം വിധി എഴുതുക എന്നത് 17-ാം തീയതി മാത്രമേ അറിയുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ നമുക്ക് മുന്നിലുള്ളത് ഈ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പോളിംഗ് പെർസെൻറ്റേജ് ആണ്. കുട്ടൻ ചേർന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. കുട്ടൻ, ഇതുവരെയുള്ളൊരു കണക്ക് എങ്ങനെയാണ്? പോളിംഗ് പെർസെൻറ്റേജ് വിവിധ ഇടങ്ങളിലെ പോളിംഗ് എങ്ങനെയാണ്? തിരക്കുണ്ടോ പലയിടങ്ങളിലും? എങ്ങനെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ? സൗമ്യ, പോളിംഗ് ശതമാനം ക്രമാനുഗതമായി വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ പോളിംഗ് ആരംഭിച്ചതുകൊണ്ട് 2.25 മണിക്കൂറായി. 7 മണിക്ക് തുടങ്ങിയപ്പോൾ 9:45 ഇപ്പോൾ 9 മണി വരെയുള്ള കണക്കുകളാണ് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നമ്മെ അറിയിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം മലപ്പുറം മണ്ഡലത്തിൽ 16% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 16.05 ഇങ്ങനെ 16% പോളിംഗ് ആണ് ഇപ്പോൾ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലാകെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 9 മണി വരെയുള്ള ശതമാന കണക്കാണ്. ഇതിനിടയിൽ 3/4 മണിക്കൂർ നേരം കഴിഞ്ഞുപോയി. അതിൻ്റെ ഒരു കണക്ക് കൂടി വരാനുണ്ട്. പക്ഷേ 9 മണി വരെയുള്ള കണക്ക് വെച്ച് 16.05. ഇതിൽ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്നത്, പോളിംഗ് ശതമാനത്തിൽ ലീഡ് ചെയ്യുന്നത് ഇപ്പോൾ വള്ളിക്കുന്ന് മണ്ഡലമാണ്. നേരത്തെ വളരെ കുറഞ്ഞ പോളിംഗ് ശതമാനമായിരുന്നു ഇവിടെ. ഏതാണ്ട് 7.43% 8 മണി വരെ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷേ 9 മണിയാകുമ്പോഴേക്കും അത് ഏതാണ്ട് 3 ഇരട്ടിയോളം വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 20%-നടുത്തെത്തി.
വള്ളിക്കുന്നിലെ വോട്ടിംഗ് ശതമാനം. അതുപോലെ തന്നെ കൊണ്ടോട്ടിയിൽ നേരത്തെ ഏറ്റവും കൂടുതൽ ആദ്യ ഒരു മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരുന്നത് മഞ്ചേരിയിലായിരുന്നു. അത് ഏതാണ്ട് ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നുണ്ട്. 18.2% മഞ്ചേരിയിലെ പോളിംഗ് ശതമാനം. കൊണ്ടോട്ടിയിൽ 14.5, പെരിന്തൽമണ്ണയിൽ 12.7, മങ്കടയിൽ 12.1, മലപ്പുറം മണ്ഡലത്തിൽ 18.3. മലപ്പുറം മണ്ഡലത്തിലും നേരത്തെ ആദ്യത്തെ ഒരു മണിക്കൂർ അപേക്ഷിച്ച് മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 18.3% പോളിംഗാണ് മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ ഈ 2 മണിക്കൂറിനുള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേങ്ങരയിലും വലിയ പോളിംഗ് ശതമാനമുണ്ട്. 17.2% വേങ്ങര മണ്ഡലത്തിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി പോളിംഗ് പെർസെന്റേജ് ഇപ്പോൾ ഒരു നേരിയ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. 16.05 എന്ന രീതിയിലാണ്. വിവിധ അസംബ്ലി മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പോളിംഗ് പെർസെന്റേജാണ് നമ്മുടെ സ്ക്രോളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, കുട്ടനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. കുട്ടൻ, നേരത്തെ പറഞ്ഞു വള്ളിക്കുന്നിൽ ഇപ്പോൾ നല്ലൊരു മുന്നേറ്റം പോളിംഗ് പെർസെന്റേജിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇത് എവിടെയാണ്? പ്രധാനമായും നഗരഭാഗങ്ങളിലാണോ ഗ്രാമപ്രദേശങ്ങളിലാണോ ഈ ഒരു വലിയ ഒരു പെർസെന്റേജ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ നിരീക്ഷിച്ചാൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്? സൗമ്യ, പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാൻ പറ്റുക ഗ്രാമപ്രദേശത്ത് തന്നെയാണ് പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നതെന്നാണ്. ഇവിടെയാണ് വീറും വാശിയും കൂടുതൽ. നഗരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കൂടുതലുള്ള സ്ഥലമാണ് മലപ്പുറം നഗരത്തിലെ ഉൾപ്പെടെയുള്ള പോളിംഗ് ബൂത്തിൻ്റെ പരിസരത്തൊക്കെ ഉള്ളത്. അവിടെ പതിയെ പതിയെയാണ് പോളിംഗ് ശതമാനം ഉയരുന്നത്. മന്ദഗതിയിലാണ് പോളിംഗ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇതിന് വ്യത്യസ്തമായി ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണ രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള പോളിംഗ് രേഖപ്പെടുത്താറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം വള്ളിക്കുന്നൊക്കെ പൊതുവിലൊരു ഗ്രാമീണ മേഖലയാണ്. അവിടങ്ങളിലൊക്കെയാണ് ഇപ്പോൾ പോളിംഗ് ശതമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇരുമുന്നണി കുട്ടനിലേക്ക് എത്താം. ഏതായാലും ഏറ്റവും പുതിയ വിവരങ്ങൾ, അതായത് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പോളിംഗ് പെർസെന്റേജുമായി ബന്ധപ്പെട്ട്. ഏതായാലും സ്വാഭാവികമായും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉള്ളതുപോലെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വലിയ ഒരു പെർസെന്റേജിൽ, ഈ പോളിംഗ് പെർസെന്റേജിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാവുക. എന്നാൽ വിവിധ മേഖലകൾ, ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോൾ നേരിയ തോതിൽ തിരക്കുകൾ പോളിംഗ് ബൂത്തിലേക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ മറിച്ചാണ് ഉള്ളത്. എന്തായാലും മലപ്പുറം നിശ്ചയിച്ചിരിക്കുന്നത് എന്താണ് എന്ന് അവർ തീരുമാനിക്കുന്ന ദിവസമാണ് ഇന്ന്. പോളിംഗ് ബൂത്തിലേക്ക് മലപ്പുറം ഒന്നാകെ എത്തിക്കൊണ്ടിരിക്കുന്നു.